പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ആദ്യത്തെ 12 ദിനങ്ങളിൽ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്ന, വിചിന്തനത്തിനെടുക്കുന്ന ചിന്ത ഇതാണ്: അലസതയിൽ നിന്ന് മാറുവാനായിട്ട്. പ്രിയമുള്ളവരെ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി നന്മ ചെയ്യണം, ഒത്തിരി പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ ഒത്തിരി സഹായിക്കണം. നമ്മളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ഒരു കൃപയിൽ വളരണം. ചില ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിക്കും അതിരാവിലെ എഴുന്നേൽക്കണം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം, കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് പിന്നീടാകട്ടെ, നമ്മൾ ചിന്തിക്കാറില്ലേ, അല്പം കൂടെ കഴിഞ്ഞിട്ടാകാം, പിന്നീടാകട്ടെ. പ്രിയമുള്ളവരെ, ഇതാ അലസത നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന വലിയൊരു തിന്മയുടെ ബന്ധനമാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു തിന്മയുടെ ഒരു ബന്ധനമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പിശാച് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു തിന്മയുടെ മാർഗമാണ് അലസത എന്നത്. വചനം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുവചനം: എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് നമ്മളെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയിൽ വളരുവാൻ, നന്മയിൽ വളരുവാൻ, ദൈവകൃപയിൽ വളരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പിന്നീടാകട്ടെ, നാളെ ആകട്ടെ, അടുത്ത ദിവസം കുമ്പസാരിക്കാം, പിന്നീട് പ്രാർത്ഥിക്കാം, മാറ്റിവെച്ച് ഇത് കാരണന്മാർ നമ്മളോട് പറയാറില്ലേ, അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. പിശാച് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടുകൂട്ടുന്ന ഒരു മാർഗമാണ് അലസത എന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് ഇന്നേ ദിനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന, ആ കൃപയിലേക്ക് നടന്നെടുക്കുവാൻ സഹായിക്കാത്ത അലസത, ആ ഒരു തിന്മയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, മോചനം പ്രാപിക്കാൻ പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഉത്സാഹത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് പ്രാർത്ഥിച്ച് ഇത് ദിവികാരുണ്യ സന്നിധിയിൽ ഈ ഒരു നിയോഗം സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടെ, ശ്രദ്ധയോടെ, നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പമായിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അൽത്താരയിൽ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾ, ഒത്തിരിയധികം പ്രാർത്ഥനാ സഹായങ്ങൾ, നിയോഗങ്ങൾ വാട്സപ്പിലൂടെ, സന്ദേശങ്ങളിലൂടെയൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാം സമർപ്പിക്കുന്ന ഈശോയെ, എല്ലാ ജീവിതങ്ങളിലും നിൻ്റെ ഒരു ഇടപെടലുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ദിവികാരുണ്യ സന്നിധിയിൽ ഇതാ ഈശോയെ, ഞങ്ങളിലുള്ള അലസത, മടി, പ്രാർത്ഥിക്കുവാനും നന്മയുടെ കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കാതെ വരുന്ന അലസത എന്ന ഒരു തിന്മയിൽ നിന്നും, വലിയൊരു വിപത്തിൽ നിന്നും ദൈവമേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ എന്നും പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു തീക്ഷ്ണത നൽകി, എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്സാഹം നൽകി, ഉണർവ് നൽകി, പ്രത്യാശ നൽകി ദിവികാരുടെ ഈശോയെ ഞങ്ങളെല്ലാവരെയും കൈപിടിച്ച് നയിക്കണമേ. പിന്നീടാകട്ടെ, മാറ്റിവെക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളിലുള്ള ഈ ഒരു ദുശീലം, മടിയും അലസതയും നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുന്ന ഒരു ശീലങ്ങൾ ഞങ്ങളിലുണ്ട്, ദുശീലമുണ്ട്. അത് മാറ്റിവെക്കുവാൻ, അതിൽ നിന്ന് മോചനം നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അനുദിന കർത്തവ്യങ്ങളിൽ പോലും, ഉത്തരവാദിത്തങ്ങളിൽ പോലും ഒരു അലസത ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാതെ കടന്നു വരുന്നുണ്ട്.
ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു തിന്മയാണിത്. ദിവികാരുണ്യനാഥ, ഞങ്ങളിലുള്ള അലസത എടുത്തു മാറ്റി ഉത്സാഹവും തീഷ്ണതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളിലേക്ക് നീ ദിവ്യകാരുണ്യ ചൈതന്യം പകർന്നു നൽകണമേ. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഭക്തിയോടെ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി യാചിച്ച് ഇന്നിൻ്റെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും, ജോലി മേഖലകളെയും, മക്കളുടെ പഠന മേഖലകളെയും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് തമ്പുരാൻ്റെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് ഒരുമയോടെ ഭക്തിയോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.